വരുന്നില്ലേ? ക്യാമറ ഓൺ ആക്കി വെച്ചാൽ വരുന്നില്ലല്ലോ. നല്ല കയറ്റം ഉണ്ടല്ലോ ഇത്. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോഴും നമ്മൾ ഷാർട്ട് സീ വ്യൂ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ മുക്സൈൽ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീച്ചിലെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വാവ്, പെട്ടെന്നായിരുന്നു കേട്ടോ കോട വീശി. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ മുഴുവനും കോട വന്ന് നിറഞ്ഞു. കാണാൻ വയ്യാത്ത പോലെയായി. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എല്ലാവരും ഭയങ്കര കൂടിക്ക് നല്ലൊരു സുഖമായിരുന്നു അവിടെ. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചായി ചൂടും വെയിലുമായിട്ട് നിന്ന സ്ഥലമാണ്. പെട്ടെന്ന് അങ്ങ് നമ്മളെ കാറ്റടിച്ച് തണുപ്പിച്ചു. ഏതായാലും നമുക്ക് ഹാപ്പിയായി. നമ്മൾ ഈ സമയത്ത് വന്നുകൊണ്ട് നമുക്ക് സീ വ്യൂ നന്നായിട്ട് കിട്ടി. വെയിലുണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും പോകുന്നതിന് മുന്നേ കോട അടിച്ചതുകൊണ്ട് അത് കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സീ വ്യൂ നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിലാണ് ഇട്ടേക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. പെട്ടെന്ന് ആ വെയിലും ആ കോട വന്നു പോയി കഴിഞ്ഞു. അപ്പൊ തണുപ്പ് സമയത്ത് എന്ത് തണുപ്പായിരിക്കും ഇവിടെ, കാണാനും പറ്റില്ല. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ എവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. നമ്മൾ അടുത്തായിട്ട് മുക്സൈൽ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് കാണാം. ഇത് സാധാരണ ഒരു ബീച്ച് പോലെയല്ല, അടിപൊളിയാണ്. കാണാനും അടിപൊളിയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളം വെള്ളം വരുമോ? നനയുമല്ലോ. അത് ഉണങ്ങിക്കോളും. കയറിക്കുക, അങ്ങ് മേന്റെ മേളിൽ കയറിക്കുക. അതിന് വരുമായിരിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ കാണാൻ നല്ല അതിമനോഹരമാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നന്നായിട്ട് കവർ ചെയ്ത് കാണാൻ പറ്റും. സീ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്.
എപ്പോഴും നല്ല കാറ്റ് ഇങ്ങനെ അടിക്കുന്നത് കാരണം തിരമാലകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ തിരമാലകളുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ആ ഹോളിൽ കൂടെ വെള്ളം ഇങ്ങനെ ചീറ്റി മുകളിലേക്ക് വരുന്നത്, ആ ഒരു പ്രഷർ വരും. അപ്പോൾ എപ്പോഴും നല്ല കാറ്റാണ്, നല്ല സുഖമുള്ള കാറ്റാണ്. അപ്പോൾ ഇവിടേക്ക് നിന്ന് കഴിഞ്ഞാൽ, ഈ മലയുടെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ട് സുഖമായിട്ട് ഇങ്ങനെ നിൽക്കാം. ഒരു മല അവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെ നിൽക്കുന്ന കാരണം നല്ലൊരു തണലും വേറൊരു ഭംഗിയാണ്. ചോട്ട് അവിടുന്ന് ഇങ്ങോട്ട് കേറിയിട്ടുണ്ടല്ലോ, ഭയങ്കര ക്ഷീണം ആ വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുന്ന് മൂവ് ആവാൻ സമയമായി. ആർക്കും വരാൻ താല്പര്യമില്ല, എല്ലാവർക്കും കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്ത് നല്ല ക്ഷീണമുള്ളത് കാരണം ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നുവാണ്. പക്ഷേ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം, വേറെ 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അത് കാരണം നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.